ഡീസൽ വണ്ടിയാണ്, പെട്രോൾ അല്ല. 40 രൂപക്ക് വണ്ടി ഇറക്കാം. 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ്, എല്ലാ ഭാഗം ഫിറ്റ്, ഒരു ടച്ച് പോലും കയറിയിട്ടില്ല വണ്ടി. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. അത്ര 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. 100% ഗ്യാരണ്ടി കൊടുക്കുക. തന്നെയല്ല, നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ നമ്മൾ വില പൊട്ടിച്ചു കൊടുക്കുക തന്നെയാണ്. മാക്സിമം പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം പൊട്ടിച്ചു കൊടുക്കുന്ന വണ്ടികളുടെ വില ചോദിച്ചാൽ വണ്ടി കൂടി ഉണ്ടാവും, വണ്ടി ഇല്ലാതിരിക്കില്ല. ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കും. വിലയിൽ ഒരു 9.5 ലക്ഷം രൂപ കൊടുക്കണം. ഈ വണ്ടി നമ്മൾ തരുന്ന വില 7,90,000. അപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ 2 ലക്ഷം രൂപ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കണം. വണ്ടിയുടെ ലുക്ക് നോക്കുക, വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക, വണ്ടിന്റെ മൊത്തത്തിലുള്ള സംഭവങ്ങൾ നോക്കുക. ഒന്നും റീപ്ലേസ് ഉണ്ടാവില്ല. മേജർ ആക്സിഡന്റ് ഇല്ല. അതുപോലെ ടയർ ഭാഗം ഫുള്ള്, ഇൻഷുറൻസ് ഫുള്ള്, എല്ലാ ഭാഗം പെർഫെക്റ്റ്. പിന്നെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടി. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഫുൾ ഓൺ ക്യാഷ് ബാക്ക് കിട്ടും. വണ്ടി ടിക്കറ്റ് വിലയിൽ ഒരു 9.5 ലക്ഷം രൂപ കൊടുക്കണം. ഈ വണ്ടി നമ്മൾ തരുന്ന വില 7,90,000. അപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ 2 ലക്ഷം രൂപ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കണം. വണ്ടിയുടെ ലുക്ക് നോക്കുക, വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക, വണ്ടിന്റെ മൊത്തത്തിലുള്ള സംഭവങ്ങൾ നോക്കുക. ഒന്നും റീപ്ലേസ് ഉണ്ടാവില്ല. മേജർ ആക്സിഡന്റ് ഇല്ല. അതുപോലെ ടയർ ഭാഗം ഫുള്ള്, ഇൻഷുറൻസ് ഫുള്ള്, എല്ലാ ഭാഗം പെർഫെക്റ്റ്. പിന്നെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടി. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. ക്യാഷ് ബാക്ക് കിട്ടും വണ്ടി. പക്ഷെ അത് കിലോമീറ്റർ കുറവാണ്, സിംഗിൾ ഓണറാണ്. ഒന്നും നിങ്ങൾക്ക് പറയാണ്ടാവില്ല. ഷോറൂമിലെ വണ്ടി വൃത്തി എങ്ങനെയാണോ അതേ വൃത്തി ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്, ഇതും ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ അവർക്ക് എത്രയാണ് അവർ ഡിസ്കൗണ്ട് ചോദിക്കുന്നത് അത്രയും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അത്രയും പെർഫെക്റ്റ് കണ്ടീഷൻ, പെർഫെക്റ്റ് സർവീസ്, പെർഫെക്റ്റ് മെയിൻ്റെനൻസ്. അപ്പൊ ടച്ചപ്പ് കേറാത്തൊരു വാഹനമാണ്. സ്ക്രാച്ച് പോലും ഇല്ല. പനാരമിക് സൺറൂഫ് വരുന്ന SX എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ അല്ല, ഡീസൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. സോ കംഫർട്ടിന് കംഫർട്ടും സേഫ്റ്റി നോക്കുന്നവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ്, മൈലേജ് നോക്കേണ്ടവർക്ക് മൈലേജ്. ഡിയർ ഫ്രൻഡ്സ്, അപ്പൊ നമ്മള് ഫെബ്രുവരി സെയിലായിട്ട് അത്യാവശ്യം നല്ല കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല SUV കളക്ഷൻസുകൾ ഉണ്ട്. ക്രച്ചകള് 3-4 ക്രച്ചകളുണ്ട്. 7 സീറ്റേഴ്സ് ഒക്കെ നോക്കുന്നവർ SUVകളുടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇന്നോവ ക്രിസ്റ്റകളുണ്ട്. പ്രീമിയം വെഹിക്കിൾസിന്റെ ഓടി Q5 ഉണ്ട്. ബെൻസിന് നല്ല കളക്ഷൻസ് ഉണ്ട്. അതേപോലെ ഡീസൽ ബ്രസ്സ, ഒമ്നി, ഓൾട്ടോ 800, അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആടാണ് നമ്മളെ LFC കിങ്സ്. അച്ചായനാണ് കൂടെയുള്ളത്. അച്ചായ, നമ്മളെ LFC കിങ്സിന്റെ ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞാണെങ്കിൽ. നമസ്കാരം. ഇത് പെരിന്തൽമണ്ണ. LFC കിങ്സ് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. എന്നാലും പെരിന്തൽമണ്ണ പാലക്കാട് റോഡില് EMS ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പുണ്ട് നമ്മൾ പൊന്നിയാകുറിശി ബൈപ്പാസ് ജംഗ്ഷൻ. നമ്മുടെ ഓപ്പോസിറ്റ് ആണ് ബുള്ളറ്റ് ഷോറൂം. ഓക്കെ. അപ്പൊ നമുക്ക് മാക്സിമം സ്പീഡിലാണ് ആക്കാം. പുതിയ ന്യൂ ഇയർ കളക്ഷൻസ് ഒക്കെ ഒരുപാട് കയറിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് ഉഷാറാക്കി കളയാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് യുവാക്കളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലഡ് കിടം പോളോ എന്നാണ് തുടങ്ങുക അല്ലെ? 2017 മോഡൽ സിംഗിൾ ഓണറാണ്. 2017 സിംഗിൾ ഓണർ വണ്ടി. 89,000 കിലോമീറ്റർ, 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ്, എല്ലാ ഭാഗം ഫിറ്റ്, ഒരു ടച്ച് പോലും കയറിയിട്ടില്ല വണ്ടി. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. അത്ര 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. 100% ഗ്യാരണ്ടി കൊടുക്കുക. തന്നെയല്ല, നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ നമ്മൾ വില പൊട്ടിച്ചു കൊടുക്കുക തന്നെയാണ്. മാക്സിമം പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം പൊട്ടിച്ചു കൊടുക്കുന്ന വണ്ടികളുടെ വില ചോദിച്ചാൽ വണ്ടി കൂടി ഉണ്ടാവും, വണ്ടി ഇല്ലാതിരിക്കില്ല. കൊടുത്തെങ്കിൽ മാത്രമേ കൊടുത്തെന്ന് പറയുള്ളൂ. കൊടുത്തിട്ടില്ല ഇല്ലെങ്കിൽ വണ്ടി കൂടി ഉണ്ടാവും. കൊടുത്തതിന്റെ നമ്മള് ഡെലിവറി വീഡിയോയും കാണിക്കും. അപ്പൊ അതാണ് നമ്മള് ഡീസൽ വണ്ടിയാണ്. 2017 സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമ്മൾ 4,90,000 രൂപയ്ക്ക് കൊടുക്കും. 4,90,000 രൂപ. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കും. ഫുള്ളും ലോൺ. അപ്പൊ അതാണ് നമുക്ക് ഇതാണ് സിംഗിൾ ഓൺഷിപ്പിൽ 17 മോഡൽ പോളോ. ജെന്യൂൻ സർവീസ് വണ്ടി. ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി നമുക്ക് ഫുൾ ലോണിലാണ് കൊണ്ടുപോകാം. കിലോമീറ്റർ 89,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുൾ ലോണിലാണ് വണ്ടി ഉണ്ടാവുക. അടുത്ത തവണ നമുക്ക് ക്രെറ്റ നോക്കുന്നവർക്ക് നമുക്ക് 3 ക്രെറ്റകളുണ്ട്. 5 ക്രെറ്റ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് 2 പുറത്തുണ്ട്. നമുക്ക് 2 നാളെ കയറാനുള്ളതാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 3rd ജനറേഷന് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഫസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ തുടങ്ങാം. സെക്കൻഡ് ജനറേഷൻ ആണ്. 2019 മോഡൽ പെട്രോൾ ആണ്. 2019 മോഡൽ പെട്രോൾ. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ കയറിയ ഒരു വാഹനമാണ്. ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, ഒരു ഭയങ്കര സ്പോർട്ടി ലുക്കിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 89,000 കിലോമീറ്റർ തന്നെ. സൺറൂഫ് വരുന്ന SX ഓപ്ഷൻ ആണ്. പെട്രോൾ ആണ്, മാനുവൽ ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന സെക്കൻഡ് ജനറേഷൻ വണ്ടി. കിലോമീറ്റർ 89,000. മോഡൽ പറഞ്ഞു വെച്ചാൽ
SX OA ആണ്. മോഡല് 2019 വണ്ടി. 19 വണ്ടി അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് 2 കൂടുതലുണ്ട്. അതാണ് അതിന്റെ ഒരു കുറവുള്ളൂ, വേറൊരു കുറവില്ല. അതുകൊണ്ട് നമ്മൾ വില പൊട്ടിച്ചു കൊടുക്കണം. എത്ര രൂപ? ഈ വണ്ടി മാർക്കറ്റ് വിലയിൽ ഒരു 9.5 ലക്ഷം രൂപ കൊടുക്കണം. ഈ വണ്ടി നമ്മൾ തരുന്ന വില 7,97,000. അപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ 2 ലക്ഷം രൂപ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കണം. അത് ഈ വണ്ടിയുടെ ലുക്ക് നോക്കുക, വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക, വണ്ടിന്റെ മൊത്തത്തിലുള്ള സംഭവങ്ങൾ നോക്കുക. ഒന്നും റീപ്ലേസ് ഉണ്ടാവില്ല. മേജർ ആക്സിഡന്റ് ഇല്ല. അതുപോലെ ടയർ ഭാഗം ഫുള്ള്, ഇൻഷുറൻസ് ഫുള്ള്, എല്ലാ ഭാഗവും പെർഫെക്റ്റ്. പിന്നെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടി. ഫുൾ ഓൺ ചെയ്തു കൊടുക്കാം. ഫുൾ ഓൺ ക്യാഷ് ബാക്ക് കിട്ടും വണ്ടി. ക്യാഷ് ബാക്ക് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന വണ്ടി അല്ല. അടുത്ത നമുക്കൊരു 7 സീറ്ററിലേക്കാണ് പോകുന്നത്. മഹീന്ദ്ര SUV 500, അത് വൈറ്റ് ഫിനിഷിംഗിലാണ്. ഇത് നമുക്ക് SUV അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? XUV നമ്മുടെ അടുത്ത് 5 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. 5 വണ്ടികളുണ്ട്. 3 എണ്ണം ടൈപ്പ് 3 ജെൻ ആണ്. അതിലൊന്ന് സോൾഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. 2 എണ്ണം നമ്മുടെ അടുത്ത് W7 ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടികളാണ് രണ്ടും. ഇത് നമുക്ക് ഏറ്റവും കുറച്ച് വില എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 10.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 10 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ എല്ലാം 80, 85, 90 ആ റേഞ്ചിലുള്ള വണ്ടികളാണ്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 100% നമ്മളിപ്പോ പറയുന്നില്ല. 100% ആണ് ഇതുവരെ നമ്മൾ XUV ലോൺ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ 90% ലോൺ കൊടുക്കും. 90% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഇതാണ് വീണ്ടും നമുക്ക് ഇതിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു ചെയ്യാൻ മോഡൽ കാര്യങ്ങൾ? W10 ആണ്, മാനുവൽ ആണ്, വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് വിലക്ക് തരാൻ കഴിയില്ല. അത് നിങ്ങൾ ശരിക്കും നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം 2017 വണ്ടിക്ക് എത്ര വില എന്താണെന്ന് ചോദിക്കും. അതിന്റെ ഹൈലൈറ്റ് തന്നെ അതിന്റെ കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഡീസലില്, മാനുവൽ ആണ് വരുന്നത്. അതും 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയില്ല. അതെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ ചോദിക്കുന്ന വില കുറച്ചധികം തന്നെയാണ്. 10.5 ലക്ഷം രൂപ ചോദിക്കണേ. 10 ലക്ഷം രൂപ. പക്ഷെ ഇത് കിലോമീറ്റർ കുറവാണ്, സിംഗിൾ ഓണറാണ്. ഒന്നും നിങ്ങൾക്ക് പറയാണ്ടാവില്ല. ഷോറൂമിലെ വണ്ടി വൃത്തി എങ്ങനെയാണോ അതേ വൃത്തി ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപ ചോദിക്കാം. മാക്സിമം നമുക്ക് കമന്റ് വരും. എനിക്കറിയാം വില കൂടുതലാണെന്ന് കമന്റ് വരും, ഉറപ്പായിട്ടും വരും. പക്ഷെ അത് വണ്ടിയുടെ ക്വാളിറ്റി പ്ലസ് കിലോമീറ്റർ, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. യൂസ് ചെയ്യുന്നതാണ് ധൈര്യമായിട്ട് എടുക്കുക. 2017 വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ ഹൈ. സിംഗിൾ ഓണർ അല്ല? സിംഗിൾ ഓണർ. മാക്സിമം എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും? 9 ലക്ഷം ലോൺ കൊടുക്കുക. ലോണും ചെയ്യാൻ പറ്റൂല. അടുത്ത നമ്മളെ 3rd ജനറേഷൻ ക്രെറ്റയാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വൈറ്റ് ഫിനിഷിംഗിൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു വെച്ചാൽ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2020 മോഡലാണ്. കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്, ഇതും ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ അവർക്ക് എത്രയാണ് അവർ ഒരു ഡിസ്കൗണ്ട് ചോദിക്കുന്നത് അത്രയും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അത്രയും പെർഫെക്റ്റ് കണ്ടീഷൻ, പെർഫെക്റ്റ് സർവീസ്, പെർഫെക്റ്റ് മെയിൻ്റെനൻസ്. അപ്പൊ ടച്ചപ്പ് കയറാത്തൊരു വാഹനമാണ്. സ്ക്രാച്ച് പോലും ഇല്ല. പനോരമിക് സൺറൂഫ് വരുന്ന SX എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ അല്ല, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്കലി 1.10. ഓണർഷിപ്പ് സിംഗിൾ ആണോ? ഓണർഷിപ്പ് സിംഗിൾ വണ്ടി, 5 ബ്രാൻഡ് ന്യൂ ടയേഴ്സ്, പനോരമിക് സൺറൂഫ്, ഡീസൽ എക്സിക്യൂട്ടീവ് SX. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് ഇത് കിലോമീറ്റർ അധികമായതുകൊണ്ടാണ് ഈ വിലക്ക് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ 14 ലക്ഷം രൂപയ്ക്ക് പോണ വണ്ടിയാ. ഇത് നമ്മൾ 12.80 കൊടുക്കും. 12.80. അപ്പൊ ആ ഒരു നമുക്ക് നല്ലൊരു എമൗണ്ട് നല്ല സേവിങ്സിൽ കൊടുക്കുന്നത്. ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓൺ മാക്സിമം കിട്ടും. മാക്സിമം ചെയ്യാം. അടുത്ത നമുക്ക് ഒരു 1st ജനറേഷൻ നെക്സോൺ അല്ല? ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. സോ കംഫർട്ടും സേഫ്റ്റി നോക്കുന്നവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ്, മൈലേജ് നോക്കേണ്ടവർക്ക് മൈലേജും ഉണ്ട്, കംഫർട്ടും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലാണ്. XM എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ്. 18 മൈലേജും കിട്ടും. സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. കൂടെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം അത്രയ്ക്ക് തന്നെ ലോണും കൊടുക്കാം. ഡീസൽ ആണ് കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓൺഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഫുൾ ഓൺ തന്നെ നമുക്ക് വാഹനം ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു കിഡ്ലം SUV ആണ്. ഫോർഡ് എക്കോസ്പോർട്ട്, അതും വൈറ്റ് ഫിനിഷിംഗ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീസൽ? 2015 മോഡലാണ്. ഒരുപാട് പേര് ചെറിയ വിലക്ക് ഡീസൽ വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കും. അതും ഈ പറഞ്ഞ പോലെ ന്യൂജൻ വണ്ടികൾ. അപ്പൊ അത് അവർക്കുള്ള ഒരു സാധനം. ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്വിഫ്റ്റിനേക്കാളും കുറഞ്ഞ വിലക്കാണ്. 2015 സ്വിഫ്റ്റ് കൊടുക്കണമെങ്കിൽ മിനിമം കൊടുക്കണ്ടേ 4 രൂപന്റെ അടുത്ത് കൊടുക്കണ്ടേ. നമ്മൾ 3.95 കൊടുക്കുന്നേ ഡീസൽ വണ്ടി.
സിംഗിൾ ഓണർ വണ്ടി 395-നാണ്. അതെ, ഡീസൽ എക്കോസ്പോർട്ട്. 95 പറയുന്ന വണ്ടിമൊന്നും ഇനി കുറയൂല കേട്ടോ. അതൊക്കെ ഫൈനലാണ് അല്ലേ? അതെ, അത് ഫൈനൽ റേറ്റ് ആണ്. കാരണം ഏറ്റവും ലാസ്റ്റ് നമ്മള് അത് അങ്ങനെയാണ് പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. ഇത് അലോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഓണർ ആണ്. 120 ഓട്ടം. മോഡൽ പറഞ്ഞത് മോഡൽ 2015. അതും സിംഗിൾ ഓൺഷിപ്പ് ഡീസൽ ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കേട്ടോ. യെസ്. അടുത്ത തവണ നമുക്ക് ഇതൊരു മാരുതിന്റെ ഒരു വാഹനം SUV നോക്കുന്നവരെ സംബന്ധിച്ച് നിലവിൽ കമ്പനി പോയാൽ കിട്ടുള്ള ഡീസൽ നിർത്തിയിട്ട് കുറെ കാലമായി. അപ്പൊ നമുക്ക് ബ്രസ ഡീസല് ഫുൾ ഓട് വണ്ടിയാണ് അല്ലേ? പ്ലസ് ആണ്. സിംഗിൾ ഓണർ ആണ്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ആൻഡ്രസ്റ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ അന്നത്തെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഡീസലിൽ 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. 2020 മോഡൽ. 17 മോഡൽ. 20 കൂടി ഡീസൽ നിന്നല്ലോ. 19 വരെ വന്നിട്ടുള്ളൂ അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്ക് ഫൈനല് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ആദ്യം പറഞ്ഞാലേ കിലോമീറ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ കൊടുക്കുന്നത് 6,75,000 രൂപ. മോഡൽ ZD പ്ലസ് ഡീസൽ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1.5 ലക്ഷം. മേജർ ആക്സിഡന്റോ ഫാൾട്ടുകളൊന്നുമില്ല. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. അതൊക്കെ കഴിഞ്ഞാൽ 15 കഴിയുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എത്ര 6,75,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത നമുക്ക് വീണ്ടും നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ല ഫീച്ചേഴ്സും നല്ല ബോഡി വെയിറ്റും ഏകദേശം 24 വരെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഹോണ്ടയുടെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനമാണ് WRV. അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ്. ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. അല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്. എന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈലേജ് തന്നെയാണ്. എങ്ങനെയായിരുന്നു? 2017 മോഡൽ ZX എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വിത്ത് സൺറൂഫ് വരുന്ന വണ്ടി. ഡീസലാണ്. സെക്കൻഡ് ഓണർ ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? പലയിടത്തും വലിയ വിലയൊക്കെ നമ്മൾ പറയില്ല. നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് കൊടുക്കുന്നത് 6,90,000 രൂപ. 6,90,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. നമുക്ക് മോഡൽ 17 മോഡൽ ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓണർ വണ്ടിയില്ല. ഓക്കെ. അടുത്താണ് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനും അതേപോലെ ഫാമിലി പർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഒമ്നി. മാർക്കറ്റ് വിലക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം പ്ലാറ്റ്ഫോം അടക്കം പുതിയ പ്ലാറ്റ്ഫോം ഇട്ട് പണിത് മൊത്തം ബോഡി ന്യൂ ആക്കി മാറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ. മോഡൽ ഏതായിരുന്നത്? പുതിയ മറ്റേ പേപ്പർ 2010 മോഡൽ. പുതിയ ചെയ്യാണ്ടാവില്ല. ഒരു പുതിയ വണ്ടി എടുക്കുന്ന അതേ കൺസെപ്റ്റിൽ കസ്റ്റമറിന് യൂസ് ചെയ്യാം. പക്ഷെ മാർക്കറ്റ് വിലക്ക് തരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് വില കൂടുതൽ വില ഞാൻ പറയുന്നില്ല. ആവശ്യമുള്ള കസ്റ്റമേഴ്സ് വിളിക്കട്ടെ. അപ്പൊ അതാണ് അത്രയും കണ്ടീഷൻ ചെയ്ത വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള. അത് നമുക്ക് മെക്കാനിക്കലി ബോഡി വർക്ക് എല്ലാം ഒന്നും ചെയ്യാനില്ലാത്ത വണ്ടിയാണ്. സോ പ്രൈസ് അറിയാൻ നിങ്ങൾ വിളിക്കാം. അടുത്താണ് നമുക്ക് സാധാരണക്കാരന് വീണ്ടും നമുക്കൊരു ബഡ്ജറ്റിന് പറ്റുന്ന ഒരു വണ്ടിയാണ് ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു? 2017 മോഡൽ LXi ആണ്. സിംഗിൾ ഓണർ ആണ്. 70,000 കിലോമീറ്റർ ആണ്. വില വന്നിട്ട് നമുക്ക് 2.25 ലക്ഷം നമ്മൾ ആസ്ക് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ പൈസ കമ്മിയാക്കി കൊടുക്കാം. അതുപോലെ മാക്സിമം ലോണും കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതാണ് നമുക്കൊരു 4,000-5,000 രൂപക്ക് ഒരു മാസം മാറ്റി വെച്ചാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 18-20 തന്നെ നമുക്ക് മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ്. സാധാരണക്കാരന് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനം. അതേപോലെ ഒരു മിനി SUV ടൈപ്പിലൊരു വാഹനം വേണമെന്നുള്ളവർക്ക് ഒരു റെനോയുടെ കിഡ് വന്നിട്ടുണ്ട്. പെട്രോൾ തന്നെയാണ് വരുന്നത്. ഏകദേശം 18-20 തന്നെ മൈലേജ് കിട്ടും. 2018 മോഡൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? സോ ചെറിയൊരു ബഡ്ജറ്റിൽ പറയുന്ന വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കിത് ഇത് പറഞ്ഞ ഒരു വില പൊട്ടിച്ചു കൊടുക്കുകയാണ്. 2,90,000 രൂപ കൊടുക്കും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 മോഡലാണ്. 18 മോഡൽ 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് ഫുൾ ഓൺ കിട്ടും. അപ്പോൾ ഫുൾ ഓണുള്ളൊരു ഓട്ടോമാറ്റിക് വണ്ടി, അതും ചെറിയൊരു പ്രൈസിന് നമുക്ക് അതും സിംഗിൾ ഓണർ വണ്ടിയില്ല. യെസ്. അടുത്തതാണ് നമുക്കൊരു 7 സീറ്ററിലേക്കാണ് വീണ്ടും നമ്മൾ പോകുന്നത്. മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. എങ്ങനെയായിരുന്നു? പിന്നെ ഇത് 2011 മോഡലാണ്. ഇത് നമ്മൾ ഈ ഓംനിന്റെ കാര്യം പറഞ്ഞ മാതിരി പ്ലാറ്റ്ഫോം അടക്കം ഫുള്ള് പുതിയതാക്കിയിട്ടുള്ള വണ്ടിയാണ്. അതായത് പുട്ടിയിട്ടിട്ട് ഒട്ടിച്ച് പേപ്പർ ഒട്ടിച്ചിട്ട് പെയിന്റ് അടിച്ചേക്കല്ല. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ആർക്ക് വേണമെങ്കിലും അതിന് ടെസ്റ്റ് ചെയ്യാം. ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പരിശോധിക്കാം. അതിനനുസരിച്ച് കൃത്യമായിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ അടക്കം പുതിയത് കയറ്റിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വിലക്ക് ഇതും തരാൻ കഴിയില്ല. ഇത് നമുക്കൊരു 3.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കണം. എന്തെങ്കിലും ചെറിയ പൈസ അമ്മയ്ക്ക് കൊടുക്കാം. വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. അടുത്ത നമ്മളൊരു പ്രീമിയം വെഹിക്കിളിലേക്കാണ് പോകുന്നത്. ഓഡിയുടെ Q5 ആണ്.
ഇവിടെ തന്നെ ഇറങ്ങിയ നല്ല 4422 നമ്മളെ മോഹൻലാലിന്റെ പഴയ ഫോൺ നമ്പർ ആണല്ലോ ഇതിൽ അല്ലേ? 422 ആണ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? പ്രത്യേകത എന്ന് പറയുന്നതേ ഇത് 2012 മോഡലാണ് വണ്ടി. 12 മോഡൽ വണ്ടി കമ്പനി അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നതാ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന വണ്ടിയാ. 3 കൊല്ലം മുമ്പ് വന്നിട്ട് 4 ലക്ഷം രൂപ ലൈഫ് ടാക്സ് അടച്ച് പ്രൈവറ്റ് ആക്കിയ വണ്ടിയാ. ആകെ 1,10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്രയും ജെന്യൂൻ ആണ്, പക്കയാണ്. പാനോറമിക് സൺറൂഫ് വരുന്ന പ്രീമിയം പ്ലസ് ആണ് വണ്ടി. ഇത് വണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്വിഫ്റ്റ് പുതിയ എടുക്കാൻ പോണ വന്റെ വിലക്ക് നമ്മൾ കൊടുക്കാണ്. 7,90,000 രൂപയ്ക്ക് കൊടുക്കും. 7,90 ഫൈനൽ വില നമുക്ക് ചെയ്യാൻ പറ്റും. പേപ്പർ ടാക്സ് എല്ലാം ഫിറ്റ് ആയിട്ട് ഒറിജിനൽ കേരളനേക്കാളും ക്വാളിറ്റി അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി കൊടുക്കുക. ആകെ 1,10,000 കിലോമീറ്റർ ഓടി ഉള്ളൂ. ഗ്യാരണ്ടി പറയാൻ അത്രയും നമുക്ക് ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? വീണ്ടും നമ്മളൊരു 3rd ജനറേഷൻ ക്രെറ്റയിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ബ്ലാക്ക് വൈറ്റ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു? ടോപ്പ് ലോഡ് തന്നെയാണ് ഓട്ടോമാറ്റിക് പറയുന്നത്. എന്റെ നേരെ മാനുവലിലേക്ക് പോകുന്നു. SX എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 98,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അപ്പൊ ഇത് 1,00,000 താഴെ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല കിട്ടുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫുൾ ബ്ലാക്കിൽ ക്രെറ്റ നോക്കുന്നവരെ സംബന്ധിച്ച് പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടി. ഡീസൽ തന്നെയാണ് വണ്ടി വരുന്നത്. ഡീസൽ മാനുവൽ. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഫൈനൽ പ്രൈസ് 12,40 കൊടുക്കാം. 2021 മോഡൽ ഡീസൽ പനോരമിക് സൺറൂഫ് വരുന്ന SX എക്സിക്യൂട്ടീവ് 12,40 അല്ലേ? ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? 12 ലക്ഷം രൂപ ലോൺ കയറും. 40 രൂപയുടെയും കൊണ്ടോ സിംഗിൾ ഓണർ വണ്ടി, അത് 90,000 കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ്, പെട്രോൾ അല്ല. 40 രൂപക്ക് വണ്ടി ഇറക്കാം. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു SUV 500 തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ 2 എണ്ണം പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു? 2012 മോഡൽ W8 ആണ് വണ്ടി. ഓക്കെ, അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോ? 1,40 ഓടിയിട്ടുള്ള വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നമ്മളൊരു 3,97,000 രൂപയ്ക്ക് കൊടുക്കും. ഒരു 395 7 സീറ്റർ വാഹനം. അത് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡിൽ വിത്ത് ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. 3,40 അല്ലേ? 3,90 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത തവണ 2 ക്രിസ്റ്റകളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് വരുന്നത്? നമ്മൾ 2017 മോഡലുണ്ട്, 2018 മോഡലുണ്ട്. ഇത് 17 മോഡലാണ്. 17 മോഡൽ ഫസ്റ്റ് ജെൻ അല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 17 മോഡൽ വണ്ടി നമ്മൾ NOC G4 അല്ല V ആണ്. സാധാരണ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നത് കൂടുതൽ G4 ആവും. ഇത് V ആണ് വണ്ടി. NOC നമ്മൾക്ക് ഒരു 11,90,000 രൂപ കൊടുക്കാം. 11,95 അത് NOC പ്രൈസ് ആണ്. ഓക്കെ, നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 രൂപയും കൂടും. ഓടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലോണ് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് 14,000 രൂപയുടെ ഉള്ളിൽ വരും. എന്തായാലും വരും. V ആണ്, G4 അല്ല, V ഓപ്ഷൻ ആണ്. ഇത് നമുക്ക് പിന്നെ സോൾഡ് ആയ വണ്ടിയാണ് അല്ലേ? അടുത്ത വീണ്ടും നമുക്കൊരു ബെൻസ് C-Class 250. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ നമ്പർ ആയതുകൊണ്ട് അവിടേക്കൊക്കെ വേണ്ടവരെ സംബന്ധിച്ച് TN കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി. സാധാരണ കാര്യം നമ്മളിവിടെ NOC എടുത്ത് നമ്പർ ആക്കലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു കസ്റ്റമേഴ്സ് വരും നമുക്ക്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 തന്നെയാണ്. ഇതും C250 ആണ്. C250 പ്രത്യേകിച്ച് അവങ്കാടാണ്. പാനോറമിക് സൺറൂഫും വരും. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അല്ലറ ചില്ലറി 2012 എന്നുള്ളതിന്റെ ഒറിജിനൽ സാധനങ്ങൾ തന്നെ ഇതുപോലെ കിടക്കുന്നതുകൊണ്ട് ഈ ഹെഡ്ലൈറ്റ് അടക്കം പോളിഷ് ചെയ്തെടുക്കണം. അത്രയുള്ള കുറവുകള്. അത് ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് ഒരു ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞ ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ബെൻസ് അവങ്കാട് C-Class 250 നമുക്ക് ഒരു ചെറിയൊരു ആഷ് ബാക്കിന്റെ പ്രൈസിലാണ് കൊടുക്കാം. അടുത്തത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിൽ വീണ്ടും ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ലോഡ്ജി ആണ്. ഫുൾ ബ്ലാക്ക് അല്ല, മുന്തിരി കളർ. മുന്തിരി കളർ ആണ്, കോഫി കളർ, വൈൻ റെഡ്. വൈൻ റെഡ് നല്ലൊരു കോഫി കളർ എന്നൊക്കെയാണ് അതിന് പറയാ. നമ്മളെ ഇന്നോവന്റെ അതിനൊക്കെ യൂസ് തന്നെയാണ് നടക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു ഇത്? പക്ഷേ ഇന്നോവ എന്ന് പറഞ്ഞ ഇതിന്റെ മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? അതെ, 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ്. 8-10 അല്ലേ കിട്ടുള്ളൂ? അതെ, ഇത് 20 കിലോമീറ്ററിന്റെ. ഇത് നമ്മുടെ ഇരട്ടിക്കായിട്ടാണ് ഇതിന്റെ കമ്പാരിസൺ. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2015 മോഡൽ സെക്കൻഡ് ഓണർ ആണ്. 1,05,000 കിലോമീറ്റർ ആണ്. ഹൈ ക്വാളിറ്റി 85 ആണ്. കംപ്ലൈന്റ് ഇല്ലാത്ത എഞ്ചിനാണ്. ഓക്കെ, ഇതിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2015 മോഡൽ ഒരു ഇരട്ടിക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 രൂപയുടെ അടുത്ത് കൊടുക്കണേ. ഇത് നമ്മൾ ഇതൊക്കെ തരുന്നത് 3,70,000 രൂപ. അപ്പൊ അതിലേറെ ഒരു 1.5 ലക്ഷം രൂപ കുറച്ചിട്ട് നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപ ലോണും കയറും. ലോണ് 19 മണിക്ക് നമുക്ക് വണ്ടി ഇറക്കാം.
ഇനി അടുത്തൊരു US ബ്രാൻഡാണ് ജീപ്പ് കോമ്പസ്. അതും ഫുൾ ബ്ലാക്കിലൊരു വാഹനം. നമുക്ക് ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. അതെ അതെ അതെ. എങ്ങനെയായിരുന്നു മോഡൽ? ലിമിറ്റഡ് അല്ല, സോറി, ലോജിറ്റ്യൂഡ് ആണ്. ലോജിറ്റ്യൂഡിൽ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 50 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് പിന്നെ ലോണിൽ കൊടുക്കാം. നമുക്ക് ഫുൾ ലോണിൽ നമുക്കൊരു കോമ്പസ് കിട്ടും. 10,90,000 രൂപയ്ക്ക് കൊടുക്കാം. 2020 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. പെട്രോൾ 10,90,000 രൂപ. 10,95 ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഫുൾ ബ്ലാക്ക് കേട്ടോ. അതൊരു കിഡ്ലം വാഹനമാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് കംഫർട്ടും മൈലേജും തന്നെയാണ്. അതായത് ഡീസൽ ഓട്ടോമാറ്റിക്കലി മെയിൻ്റനൻസ് വളരെ കുറവുള്ളൊരു കിഡ്ലം സെഡാനാണ് ഹോണ്ടയുടെ അമേസ്. അതും CVT ഓട്ടോമാറ്റിക്കലി ഡീസൽ വേരിയന്റ്. സോ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, എയർ ബാഗ് കാര്യങ്ങളും നല്ല സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ മോഡൽ കാര്യങ്ങൾ 2021 മോഡലാണ്. വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഓപ്ഷനിൽ CVT ഓട്ടോമാറ്റിക്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഡീസലാണ്. 8,60,000 രൂപയ്ക്ക് കൊടുക്കും. 8,65 ഒറിജിനൽ പ്രൈസ്. 2021 മോഡൽ. 21 മോഡല് ഡീസലിൽ ഓട്ടോമാറ്റിക് 24 കിലോമീറ്റർ മൈലേജ് വണ്ടി. ലോൺ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഒരു X1 ആണ് BMW അല്ലേ? ഫുൾ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. വൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. മോഡല് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് 2011 മോഡൽ ഒറിജിനൽ കേരളയാണ്. ഓക്കെ. ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കും, കുഞ്ഞു വിലക്ക്. ഓക്കെ. ഒരു BMന്റെ ആവശ്യക്കാരനെ സംബന്ധിച്ച് അത്രയും ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കണം. എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും? 495 കൊടുക്കണം. 495. വെറും 4,95,000 കേരളയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 4,95. ഇതിന്റെ വൈറ്റ് ഉണ്ടായിരുന്നല്ലേ? 2012. അത് എന്റെ പേരിലുള്ള വണ്ടിയാ. KL 51 വണ്ടി. ഫാൻസി നമ്പർ, വൈറ്റ് കളർ, കിഡ് വണ്ടി എന്ന് പറഞ്ഞാൽ കിഡ് വണ്ടി. അത് നമ്മൾ കൊടുക്കുന്നത് 6,90,000. 6,90,000 അല്ലേ? യെസ്. ഇനി അടുത്ത് നമുക്ക് ഒരു സണ്ണിയാണ് നിസാന്റെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ XL എന്ന് പറയുന്ന വേരിയന്റ് ഡീസലാണ്. സെക്കൻഡ് ഓണർ ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3,50,000 രൂപയ്ക്ക് തരാണ്. പൊട്ടിച്ചു കൊടുക്കുക. 2017 മോഡൽ. അടുത്ത നമുക്കൊരു i20 ഫസ്റ്റ് ജെൻ. ചെറിയ ഡീസൽ വണ്ടി ചോദിച്ചു വരും. സെക്കൻഡ് ഓണർ ആണ്. ആകെ 1.30 ഓടിയിട്ടുള്ള സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അലോയ്സ് അടക്കം വരുന്നതാണ്. ഓക്കെ. ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇതും പൊട്ടിക്കുക. 1,75 കൊടുക്കുന്നത്. 1,75 ഡീസൽ വണ്ടി. സെക്കൻഡ് ഓണർ. 10 ഓണർ ആയതല്ല. 2 ഓണർ അല്ലേ? ഫ്രണ്ട്സ്, നമ്മളൊന്ന് LFC ഹിങ്സിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാംകുറിശ്ശി ബൈപ്പാസ് ജംഗ്ഷനിലാണ്. അതായത് നമുക്ക് EMS എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നൊരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് നമസ്കാരം. Goodbye.